വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ജോൺ ജേക്കബിനും സിസിലി ജോണിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ 25th വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. ഞങ്ങൾ ചേർന്ന് ആ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മാത്രമല്ല കർത്താവെ, അവർ 2 പ്രോപ്പർട്ടീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ കോർട്ട് കേസിൽ വളരെ അനുകൂലമായൊരു വിധി കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാനായി ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ തടസ്സം കൂടാതെ അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോൺ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ബാക്ക് പെയിൻ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ഫാദർ. ഫ്ലോറൻ പെരേരയ്ക്കായി, സിൻറ്റിയ പെരേരയ്ക്കായി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂത്ത മകന് വേണ്ടി കർത്താവെ നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുവാൻ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് എത്രയും വേഗം ഒരു ക്ലിനിക് ആരംഭിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, മനോജിനും ലിസിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ്റെ ആ ലേണിംഗ് ഡിസബിലിറ്റിയിൽ നിന്ന് പരിപൂർണമായ ഒരു സൗഖ്യം കർത്താവ് കൊടുക്കണമേ. നല്ല ജ്ഞാനത്താൽ നിറയ്ക്കണമേ, പരിജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്ന് മാത്രമല്ല 10th നല്ല ഒരു റിസൾട്ട് ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലൊരു സ്വന്തം ഭവൻ ലഭിക്കുവാൻ, എല്ലാ സാമ്പത്തിക അനുഗ്രഹങ്ങളാലും നിറയപ്പെടാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഭാരതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 2 നെവ്യൂസിനും വിദേശത്ത് നല്ല വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ജോലിയിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ കർത്താവെ, എല്ലാ ലോണുകളും സമയത്ത് തന്നെ അടച്ചു തീർക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 നെവ്യൂസിനും അവളുടെ മകനും വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ഒരു ജീവിത പങ്കാളിയെ എത്രയും വേഗം ലഭിച്ച് ജീവിതത്തിൽ സെറ്റിൽഡ് ആകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ സ്പോൺസറേയും കർത്താവെ, തിരുനാമത്തിൽ എല്ലാവരും ചേർന്ന്, ലോകം എമ്പാടുമുള്ള വ്യൂവേഴ്സ് ചേർന്ന് ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് ജൂൺ 19 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. PV ഓഡിറ്റോറിയം, പഴക്കുറ്റി, നെടുമങ്ങാട്, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂൺ 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഫെലോഷിപ്പ് ഓഡിറ്റോറിയം, തിരുവല്ല. ഈ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് ലിസി എന്നാണ്. തൻ്റെ തൊട്ടരിയിൽ നിൽക്കുന്ന തൻ്റെ 2 മക്കളാണ്. മകളുടെ പേര് ജോയ്സി, മകൻ്റെ പേര് ജോസ്റ്റിൻ. യേശു കർത്താവ് സൗഖ്യം കൊടുക്കുമ്പോൾ കൂട്ടസൗഖ്യം കൊടുക്കുമെന്നുള്ള ഒരു സാക്ഷ്യം കൂടിയാണ് ഇത്. ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: തനിക്ക് ഏകദേശം 7 വർഷമായി തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ വരുന്നത് വല്ലാത്ത ദേഷ്യമായിരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു. വേദനയും, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ എല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇത് ബയോപ്സിക്ക് അയക്കണം. അങ്ങനെ പേടിച്ച് ബയോപ്സിക്ക് അയച്ചു. പക്ഷെ ഇതിനിടയിൽ ഇവർ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രെയർ കോൾ സെൻ്ററിൽ നമ്പർ കിട്ടിയിരുന്നു. അങ്ങനെ നമ്പറിൽ അവിടെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ സമയത്ത് പ്രെയർ വാരിയറായിട്ടുള്ള വ്യക്തി എടുത്തു വെച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമില്ല, യേശു കർത്താവ് ഒരു കുഴപ്പവും വരത്തില്ല, സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് റിസൾട്ടിന് അയച്ചു. പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ വിശ്വസ്തനായ കർത്താവ് അത് ഒരു കുഴപ്പവുമില്ല, മരുന്ന് പോലും കഴിക്കണ്ട എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നു. മരുന്ന് പോലും കഴിക്കണ്ട, അതുപോലെ പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഇന്ന് തൻ്റെ തൊണ്ടയ്ക്ക് ഒരു കുഴപ്പവുമില്ല. കൈകളടിച്ച യേശുവിന് നന്ദി പറയാം. അതേ സമയം തന്നെ
തനിക്ക് തൻ്റെ ബ്രസ്റ്റിൽ ഒരു മുഴ വന്നിരുന്നു. ഓക്കെ. ബ്രസ്റ്റിൽ മുഴ വന്നു. അതും ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ബയോപ്സി കഴിക്കണം. അങ്ങ് ആകെ പേടിച്ചു. ആ സമയത്ത് ഇവർ മൈ പ്രേ ഡയറി എന്ന് പറയുന്ന നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സിൻ്റെ പുസ്തകം ഇവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അമ്മയല്ല എഴുതി വെച്ചിരിക്കുന്നത്, ഈ മകളാ, ജോയ്സി എന്ന് പറഞ്ഞ മകൾ എഴുതി വെച്ചു. ഈ കുഞ്ഞാ യേശുവുള്ള വിശ്വാസം അത് എഴുതി വെച്ചിരിക്കും. ഞാൻ വായിക്കാം. അതെങ്ങനെയാണ്? സ്വർഗീയ പിതാവേ, എൻ്റെ അമ്മയുടെ ബ്രസ്റ്റിലുള്ള വേദന നീ അവിടെ നിന്ന് സൗഖ്യമാക്കണം. ദൈവമേ, അമ്മയെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നുള്ള റിപ്പോർട്ട് വരണം. വേറെ ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്യണമെന്ന് ദൈവമേ, മമ്മി അടുത്ത ഇങ്ങനെ എഴുതി, മമ്മി അടുത്ത ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും കുഴപ്പമില്ല എന്ന് പറയണം. ഈ കുട്ടിയാണ് ഇതിനകത്ത് എഴുതി. ഈ നീല ഇളം പച്ച നിറത്തിൽ. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പൊ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത് എത്ര നാൾ മുമ്പ് കുഞ്ഞെഴുതിയത്? എത്ര നാൾ മുമ്പ് മോൾ ഇത് എഴുതി? 1 മാസമേ ഉള്ളൂ. 1 മാസത്തിന് മോള് തന്നെ അതിലെഴുതി വെച്ചു. മമ്മിക്ക് വേണ്ടിയിട്ട് മോൾ എഴുതി വെച്ചു. അതെ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിനുശേഷം റിപ്പോർട്ട് വന്നത് ഒരു കുഴപ്പവുമില്ല എന്നുള്ളതായിരുന്നു. മകൾ യേശുവിൽ വിശ്വസിച്ചു. അവൾ നമ്മൾ പറയുന്ന പോലെ മൈ പ്രേ ഡയറിയിൽ എഴുതി വെച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ അവളത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ അമ്മയെ സൗഖ്യമാക്കി. കഴിഞ്ഞില്ല ബ്രദറെ, കാരണം ഇനിയുണ്ട്. ഈ മകൾക്ക് അവൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പോത്തിറച്ചി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ വല്ലാതെ അലർജി ആയിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് വന്നു. ഈ മകളെ ഈ രൂപത്തിലല്ല, മുഖമെല്ലാം വന്ന് വീർത്ത് വല്ലാത്തൊരവസ്ഥ. ഈ അമ്മ ചെയ്തത് എൻ്റെ പ്രാർത്ഥനാ ഡയറി എടുത്ത് ഇവർക്ക് അതിൽ അങ്ങോട്ട് വിശ്വാസം, കാരണം ദൈവത്തോട് അടുക്കുന്ന കാര്യങ്ങളാണ് അതിലുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ 93-ാമത്തെ പേജിലെ 34-ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ അമ്മ എടുത്തു വെച്ചു പറഞ്ഞു, കർത്താവേ, ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്ന അതിലെ വചനങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് ആ മകളെ തിരിച്ചറിയാൻ പറ്റാത്ത, അലർജി മുഖാന്തരം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയെ പതുക്കെ കർത്താവ് എടുത്ത് മാറ്റി പൂർണ്ണമായും ആ അലർജിയുടെ രോഗത്തിൽ നിന്നും മകളെ വിടിവിച്ചു. കഴിഞ്ഞില്ല, ഇനിയുണ്ട് 4ാമത്തെ രോഗസൗഖ്യം. തൻ്റെ മകൻ ഈ തൊട്ടടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഓരോ സാക്ഷ്യം. അതെ, 7 വയസ്സുണ്ട്. അവൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ട്. ഏകദേശം 5 മാസം മുമ്പാണ് സംഭവിച്ചത്. കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഡോക്ടറെ കൊണ്ടേ കാണിച്ചു. കുറച്ച് മരുന്നുകളൊക്കെ കുറച്ച് നാൾ കൊടുത്തു. പക്ഷെ കുറവുണ്ടായിരുന്നില്ല. വീണ്ടും ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ പേടിച്ചു. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ 7 വയസ്സുള്ള കുഞ്ഞിൻ്റെ കഴുത്തിൽ കർത്താവെ കത്തി വെക്കേണ്ടി വരുമല്ലോ. ഈ അമ്മ ചെയ്ത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മൈ പ്രേ ഡയറി എടുത്തു, അതിൽ എഴുതി വെച്ചു. പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു, എൻ്റെ കർത്താവെ, എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരരുത്. ഈ അമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി വിശ്വാസത്തോടു കൂടി യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കേട്ട വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവ് അത് ചെയ്തു കൊടുത്ത് 3 പേരെന്ന് ബ്രദറിൻ്റെ വലതു ഭാഗത്ത് നിൽക്കുമ്പോൾ സൗഖ്യം പ്രാപിച്ചാൽ നിൽക്കുന്നേ. ഒരു നിമിഷം കൈകളെ ഉയർത്തി ഈ സൗഖ്യങ്ങൾക്ക് ഒരൊറ്റ വീട്ടിൽ കർത്താവ് പ്രവർത്തിച്ചു. അതിനുവേണ്ടി നന്ദി പറയുമ്പോൾ തന്നെ അകത്ത് വിശ്വസിക്കുക, എൻ്റെയും സമയമാണ്, ഇന്ന് ഞാൻ സൗഖ്യമാകും. കർത്താവെ, ഇരുകരങ്ങളും ഉയർത്തി കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. ഈ സാക്ഷ്യം കേട്ട് അകത്ത് വിശ്വസിച്ചവരുടെ മേൽ അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ കർത്താവ് പ്രവർത്തിക്കണമേ. മാധ്യമങ്ങളിലൂടെ ഈ സാക്ഷ്യം കാണുന്നവരുടെ മേൽ ദൈവികമായ വിടുതലുകൾ ഈ സമയത്ത് തന്നെ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ആസ്മ രോഗികൾ സൗഖ്യമാകുന്നു, അലർജി രോഗം സൗഖ്യമാകുന്നു, വിവിധ രീതിയിലുള്ള രോഗങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുന്നതിനോട് ചേർന്ന് സൗഖ്യമായിക്കൊണ്ടിരിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, കുഞ്ഞുങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ അമ്മയെയും അനുഗ്രഹിച്ചയക്കുന്നു. ജീസസ് നെയ്മ്. So Jesus gave his own life for us. യേശു തന്റെ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി നൽകി. Then he redeemed us from all the wickedness of this world. ഈ ലോകത്തിലെ സകല അധർമ്മങ്ങളിൽ നിന്നും അവൻ നമ്മെ വീണ്ടെടുത്തു. Peter the apostle says he has redeemed us from the vain tradition that we have inherited from our forefathers. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മുൻ പിതാക്കന്മാർക്കുണ്ടായിരുന്ന വ്യർത്ഥമായ പാരമ്പര്യങ്ങളിൽ നിന്നും അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. Hallelujah. Hallelujah. Today we have a meaningful walk with Jesus. ഇന്ന് നമുക്ക് യേശുവിനോട് കൂടെ ഒരു അർത്ഥപൂർണമായ ഒരു ജീവിതമുണ്ട്. And he purifies us, he sanctifies us. അവൻ നമ്മളെ ശുദ്ധീകരിക്കുന്നു. And he makes us his own people. അവൻ നമ്മളെ തന്റെ സ്വന്തം ജനമാക്കി മാറ്റുന്നു. And he makes us eager to do what is good
according to the will of God. ദൈവത്തിന്റെ ഹിതപ്രകാരം ഏതാണോ നന്മയായിട്ടുള്ളത് അത് ചെയ്യുവാനായി നമ്മളെ ശുഷ്കാന്തിയുള്ളവരാക്കി മാറ്റുന്നു. John chapter 3, യോഹന്നാന്റെ സുവിശേഷം 3 verse number 34. 34-ാമത്തെ This is വചനം. an amazing verse. ഇത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു വചനമാണ്. And we realize this, for the one whom God has sent speaks the words of God, for God gives the Spirit without limit. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ വചനം. എന്തെന്നാൽ ദൈവം അയച്ചിരിക്കുന്നവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. Okay. അവിടുന്ന് ആത്മാവിനെ അളവില്ലാതെ നൽകുന്നല്ലോ. Hallelujah. ഹല്ലേലൂയ. I want to highlight the last part. അവസാന ഭാഗം ഞാൻ ഒന്ന് ഉയർത്തിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നു. God gives the Spirit without limit. അവിടുന്ന് ആത്മാവിനെ അളവില്ലാതെ നൽകുന്നു. Talking about the Spirit of God. അത് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. I always tell you, in all the blessing festivals, the Holy Spirit is moving. എല്ലാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലും ഞാൻ പറയാറുള്ളത് പോലെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കാറുണ്ട്. I am a limited human being. ഞാൻ പരിധിയുള്ള ഒരു മനുഷ്യനാണ്. But the Holy Spirit is an unlimited spirit. എന്നാൽ പരിശുദ്ധാത്മാവിന് യാതൊരു പരിധികളുമില്ലാത്ത ആത്മാവാണ്. He can come anywhere. എവിടെ വേണമെങ്കിലും ആ പരിശുദ്ധാത്മാവിന് വരാം. I cannot come into the heart of a person. എനിക്ക് ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്തേക്ക് കടക്കാൻ പറ്റില്ല. I cannot come into the mind of a person. ഒരു വ്യക്തിയുടെ മനസ്സിനകത്തേക്ക് എനിക്ക് കടക്കാൻ സാധ്യമല്ല. But the Holy Spirit can reach any man's heart, any man's mind. എന്നാൽ പരിശുദ്ധാത്മാവിന് ഏതൊരുവന്റെ ഹൃദയത്തിലേക്കും ഏതൊരുവന്റെ മനസ്സിലേക്ക് കടക്കുവാൻ കഴിയും. So when you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ the Holy Spirit will start moving. പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So when you pray for the repentance of a person, ഒരാളുടെ മാനസാന്തരത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ the Holy Spirit will start moving in that person's heart. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. Sometimes many hundreds of people might have given an advice to him. ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഇതിനു മുമ്പ് 100 കണക്കിന് ആൾക്കാർ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടാകാം. Nothing is effective. ഒന്നും അവന് ഫലപ്രദമായില്ല. But when the Holy Spirit touches, പക്ഷെ പരിശുദ്ധാത്മ തൊടുമ്പോൾ he becomes a lamb. അവനൊരു കുഞ്ഞാടായി മാറും. He repents of his sins. അവന്റെ പാപങ്ങളെ ഓർത്ത് അവൻ പശ്ചാത്തപിക്കും. He has a heart change. അവന്റെ ഹൃദയത്തിൽ രൂപാന്തരം character വരുന്നു. change. സ്വഭാവത്തിൽ വ്യത്യാസം I വരുന്നു. guarantee you one thing. ഒരു കാര്യം ഉറപ്പു തരാം. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ many people are going to repent of their sins. നിങ്ങൾ അനേകർ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അനേക ആളുകൾ അവരുടെ പാപത്തെ കുറിച്ച് ഓർത്ത് അനുതപിക്കാൻ പോവുകയാണ്. Some of you sitting here, ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ, some of you listening to this message, ഈ മെസ്സേജ് കേൾക്കുന്ന ചിലർ, you are praying for somebody's repentance. ചില ആളുകൾ മാനസാന്തരപ്പെടുവാനായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. But let me tell you one thing. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ God releases His Holy Spirit. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് പകരുകയാണ്. And the Holy Spirit moves in that person's life. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. Sooner or later, വളരെ വേഗത്തിൽ അല്ലെങ്കിൽ പിന്നീട് you will hear a good news. നിങ്ങളൊരു നല്ല വാർത്ത കേൾക്കാൻ പോകുന്നു. That person is a changed character today. ആ വ്യക്തി ഇന്ന് മാറിയിരിക്കുകയാണ്. Maybe your spouse, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം, maybe your father, നിങ്ങളുടെ സ്വന്തം പിതാവാകാം, maybe your father-in-law, നിങ്ങളുടെ അമ്മായിയപ്പനാകാം, maybe your cousin, നിങ്ങളുടെ ബന്ധുവാകാം, maybe your neighbor, നിങ്ങളുടെ അയൽവാസിയാകാം, maybe your friend. നിങ്ങളുടെ ഒരു സുഹൃത്താകാം. The Holy Spirit can move in that person's life. പരിശുദ്ധാത്മാവിന് അവന്റെ ജീവിതത്തിൽ വളരെ ശക്തമായി പ്രവർത്തിക്കാൻ കഴിയും. Not only that, അത് മാത്രമല്ല God gives the Spirit without any limit upon us. മാത്രമല്ല ദൈവം തന്റെ ആത്മാവിനെ നമ്മളുടെ മേൽ ഒരു പരിധികളുമില്ലാതെ അളവും കൂടാതെ അവൻ നൽകുകയാണ്. Hallelujah. ഹല്ലേലൂയ. Everything has a measure. എല്ലാ കാര്യങ്ങൾക്കും ഒരു അളവുണ്ട്. Something we measure in millimeters, ചില കാര്യങ്ങൾ നമ്മൾ മില്ലിമീറ്ററിൽ അളക്കുന്നു, or centimeters, സെന്റിമീറ്ററിൽ അളക്കുന്നു, or meters, മീറ്ററിൽ അളക്കുന്നു, or kilometers. കിലോമീറ്ററിൽ അളക്കുന്നു. Some other things we measure in gram, ചില കാര്യങ്ങൾ നമ്മൾ ഗ്രാമിൽ അളക്കുന്നു, in liter, ലിറ്ററിൽ അളക്കാറുണ്ട്. but there is no measure for the Holy Spirit. പക്ഷേ പരിശുദ്ധാത്മാവിനെ ആർക്കും അളക്കാവുന്നതല്ല. Hallelujah. ഹല്ലേലൂയ. So when you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ God the Father will pour out His Spirit upon you. പിതാവാം ദൈവം നിങ്ങളുടെ മേലേക്ക് തന്നെ ആത്മാവിനെ പകരും. The Bible says, വചനം പറയുന്നു, Prophet Joel says, യോവേൽ പ്രവചനം പറയുന്നു, in the last days, അന്ത്യകാലത്ത് I will pour out my Spirit upon all flesh. എന്റെ ആത്മാവിനെ ഞാൻ സകല ജഡത്തിന്റെ മേലും പകരും. I will pour
out my spirit upon you, നിങ്ങളുടെ മേൽ അവന്റെ ആത്മാവിനെ പകരും. and I will pour out my spirit upon your children. നിങ്ങളുടെ മക്കളുടെ മേലും ആത്മാവിനെ പകരും. Hallelujah. Hallelujah. How many parents pray for their children to receive the Holy Spirit? നിങ്ങൾ എത്ര മാതാപിതാക്കന്മാർ നിങ്ങളുടെ മക്കൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്? Oh, I have a son and a daughter. ഓ, എനിക്കൊരു മകനും മകളുമുണ്ട്. I want to make my son an MBBS doctor. ഓ, എന്റെ മകനെ എങ്ങനെയെങ്കിലും എനിക്കൊരു MBBS ഡോക്ടർ ആക്കണം. And my daughter will definitely become a teacher. മാത്രമല്ല എന്റെ മകൾ ഒരു അധ്യാപികയായി മാറണം. And to that aim you will do anything. ഓ, അത് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. But in the last days, how many of the parents will pray, Lord, pour out your spirit upon my son and upon my daughter? എന്നാൽ ഈ അന്ത്യകാലത്ത് എത്ര മാതാപിതാക്കൾ പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയുടെ ആത്മാവിനെ എന്റെ മകന്റെ മേൽ മകളുടെ മേൽ പകരണമേ. Even if you could not do anything for your children, if your children have the Holy Spirit, the children will have a future. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്നും നൽകുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഭാവിയുണ്ട്. Hallelujah. Hallelujah. And when you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ the Holy Spirit will come upon your servants നിങ്ങളുടെ ദാസന്മാരുടെ മേൽ and upon all the youths, എല്ലാ യുവാക്കന്മാരുടെ upon മേൽ all people. എല്ലാ വാർദ്ധക്യത്തിലിരിക്കുന്നവരുടെ മേൽ Indiscriminately, God wants to pour out His Spirit upon all the flesh. ഒരു തരംതിരിവുമില്ലാതെ കർത്താവ് സകലരുടെ മേലും തന്റെ ആത്മാവിനെ പകരും. Hallelujah. Hallelujah. So before you leave this place, നിങ്ങൾ ഇവിടം വിട്ടു പോകുന്നതിന് മുൻപ് I want all of you to receive the Holy Spirit from God without any measure. നിങ്ങൾ എല്ലാവരും യാതൊരു അളവും കൂടാതെ പരിശുദ്ധാത്മാവിനെ ധാരാളമായി കർത്താവിൽ നിന്ന് പ്രാപിക്കണം. This is what I understand from the Holy Spirit. ഇപ്രകാരമാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. Some of you sitting here, ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ in the days to come, you are going to rise up as ministers of Jesus. വരും കാലങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷക്കാരായി വേലക്കാരായി ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. Some of you, when you pray, നിങ്ങൾ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ many healings and miracles are going to take place. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും നിങ്ങളിലൂടെ നടക്കാൻ പോവുകയാണ്. Do you believe that? നിങ്ങളത് വിശ്വസിക്കുന്നോ? God wants to use some of you sitting here. ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാരെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. Some of you, when you pray in the Holy Spirit, miracles will take place. നിങ്ങൾ ചില പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. Supernatural things will take place. പ്രകൃത്യാതീതമായ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. Many people will come to you for help. അനേക ആളുകൾ സഹായത്തിനായി നിങ്ങളുടെ അടുക്കലേക്ക് Pray വരും. for me, brother. സഹോദരൻ എനിക്ക് വേണ്ടി Pray for me, പ്രാർത്ഥിക്കണേ. sister. സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. We know that when you pray, God will listen to you. കാരണം അവർക്കറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. Hallelujah. ഹല്ലേലൂയ. This happens when you have the Holy Spirit in you. ഓ, നിങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധാത്മ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. Brothers and sisters, സഹോദരി സഹോദരന്മാരെ, how many of you want to receive the Holy Spirit today? ഇന്ന് നിങ്ങൾ എത്ര പേർക്ക് ഈ പരിശുദ്ധാത്മാവിനെ വേണം? No offering. God demands no offering from you അതിനുവേണ്ടി to കർത്താവ് get the Holy ഈ Spirit. പരിശുദ്ധാത്മാവിനെ നൽകുവാൻ യാതൊരു വിധമായ ഓഫറിങ്ങൾ പണമോ കർത്താവ് ചോദിക്കുന്നില്ല. No donations. ഒരു സംഭാവനയും കൊടുക്കണ്ട, No gifts. ഒരു സമ്മാനവും കൊടുക്കണ്ട. Only if you have a hunger and thirst for the Spirit of God, He will pour out His Spirit. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളുടെ അകത്ത് ഒരു വിശപ്പും ദാഹവും ഉണ്ടെങ്കിൽ അവൻ അളവ് കൂടാതെ നിങ്ങളുടെ മേൽ ആത്മാവിനെ പകരും. And if you believe, you will receive the Holy Spirit. നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം. He is not asking for any other qualification or eligibility. നിങ്ങൾക്ക് അതിനു വേണ്ടി എന്തെങ്കിലും യോഗ്യതകളോ അർഹതകളോ കർത്താവ് ചോദിക്കുന്നില്ല. A heart full of hunger and thirst for God. ഹൃദയം നിറയെ അതിനു വേണ്ടിയുള്ള വിശപ്പും ദാഹവും. Hallelujah. ഹല്ലേലൂയ. How many of you want the Holy Spirit today? ഇന്ന് എത്ര പേർക്ക് ആ പരിശുദ്ധാത്മാവിനെ വേണം? I cannot give you Holy Spirit, എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ but കഴിയുകയില്ല. Jesus will give you the Father's Spirit. ആ പിതാവിന്റെ ആത്മാവിനെ യേശു നിങ്ങൾക്ക് നൽകും. He is the baptizer of the Holy Spirit. അവൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ സ്നാനം When you കഴിപ്പിക്കുന്നവനാണ്. are full of the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി നിറയുമ്പോൾ doors will automatically open in front of you. നിങ്ങളുടെ മുൻപിൽ വാതിലുകൾ സ്വതവേ തുറക്കാൻ പോവുകയാണ്. Because you are the anointed servant or handmaiden of God. നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അഭിഷേകം ചെയ്യപ്പെട്ട ദാസനാണ്. And nothing can attack you. ഒരു കാരണങ്ങൾക്കും നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ കഴിയുകയില്ല. Because the Bible says
the devil cannot touch the anointed ones of the Lord. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ശത്രുവിന് തൊടുവാൻ കഴിയുകയില്ല. Hallelujah. Hallelujah. It's not allowed. അത് അനുവദനീയമല്ല. It's not allowed. അത് അനുവദനീയമല്ല. Hallelujah. Hallelujah. Let us stand and pray right now. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. Let us stand and pray right now. ഇപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുക, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ How many പോകുന്നു. of you really need the Holy Spirit today? നിങ്ങൾ എത്ര പേർക്ക് യഥാർത്ഥത്തിൽ ശരിക്കും എത്ര പേർക്ക് ഈ പരിശുദ്ധാത്മാവിനെ വേണം? Lift your hands. അങ്ങനെയുള്ളവർ നിങ്ങളുടെ കൈകൾ ഒന്ന് ഉയർത്താമോ? Close your eyes. നിങ്ങളുടെ കണ്ണുകളെ അടക്കുക. Open your mouth. നിങ്ങളുടെ അധരം വായ് തുറക്കുക. I'm giving you 60 seconds to pray. നിങ്ങൾക്ക് തുടർന്നുള്ള 60 സെക്കൻഡുകൾ പ്രാർത്ഥിക്കാൻ നൽകുകയാണ്. Ask and it shall be given unto you. ചോദിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. Lift your hands and ask. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി വായ് തുറന്നു കർത്താവിനോട് ചോദിക്കുക. Don't ask for money now. ഇപ്പോൾ ആരും പണത്തിന് വേണ്ടി ചോദിക്കരുത്. Don't ask for healing now. ഇപ്പോൾ സൗഖ്യത്തിന് വേണ്ടി ആരും ചോദിക്കരുത്. Don't ask for anything else but ask for the Holy Spirit. മറ്റൊന്നുമല്ല, വേറൊന്നുമല്ല, പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കാമോ? Come on, lift your voice. നിങ്ങളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട് Come on. എല്ലാവരും ശബ്ദം ഉയർത്തി കണ്ണുകളെല്ലാവരും അടച്ച് കർത്താവേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. താങ്ക് യു ജീസസ്. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട് 25 വർഷവും 30 വർഷവും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ തുറന്നു പറയട്ടെ, ആരും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. 2000 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് തൻ്റെ അടുക്കിലേക്ക് വരാൻ. നാം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന കാലം അല്ല ഇത്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാലമാണ്. എത്ര പേർ പറയും, പരിശുദ്ധാത്മാവേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് ഇന്ന് വരികയാണ്. I want to receive you. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് ജൂൺ 19 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. PV ഓഡിറ്റോറിയം, പഴക്കുറ്റി, നെടുമങ്ങാട്, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂൺ 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഫെലോഷിപ്പ് ഓഡിറ്റോറിയം, തിരുവല്ല. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, അതിന് ദൈവം തീർച്ചയായും മറുപടി നൽകും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവികമൊരു വലിയ വിടുതൽ കർത്താവെ നീ കൽപ്പിക്കുമാറാകണമേ. താങ്ക് യു ജീസസ്. കർത്താവെ, അത്ഭുതകരമായി ക്യാൻസർ രോഗികളെ അങ്ങ് സൗഖ്യമാക്കി അവരുടെ ആയുസ്സിനെ അങ്ങ് ദീർഘിപ്പിക്കണമേ എന്ന് ഞാൻ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുത്ത് മാനിക്കണമേ. കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലൂടെ, ഉരുൾപൊട്ടലുകളിലൂടെ പോകുന്ന വ്യക്തികളെ കർത്താവെ, ദൈവിക സമാധാനം കുടുംബങ്ങളിലേക്ക് അയച്ച് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഇന്നൊന്ന് വിശ്വസിക്കാമോ? ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അകത്ത് നിങ്ങൾ വിശ്വസിക്കുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളോ എന്തൊക്കെയാണ് ജോലിക്ക് വേണ്ടി സാധാരണ ഹാജരാക്കാറുള്ളത് അതൊന്ന് കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇപ്പോഴൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവരുടെ ബിരുദങ്ങളെ, സർട്ടിഫിക്കറ്റുകളെ, ക്വാളിഫിക്കേഷൻസിനെ അനുഗ്രഹിക്കുന്നു. Father, I release a special favor upon the documents, upon the certificates, Lord, upon the records. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി കർത്താവ് വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ഇൻക്രിമെൻ്റ് വേണ്ടവർക്ക് വേണ്ടി, പ്രമോഷൻ വേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അസമയത്താണെങ്കിൽ പോലും അതവർക്ക് ലഭിക്കട്ടെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് അതവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു ജീസസ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉയർന്ന വിദ്യാഭ്യാസം വേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കഴുത്തിൻ്റെ അസ്ഥികൾക്ക് തേയ്മാനമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കണ്ണുകളുടെ കാഴ്ചയ്ക്ക് പ്രയാസമുള്ളവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ വിവിധ രീതിയിലുള്ള ആന്തരിക അവയവങ്ങളുള്ള രോഗങ്ങൾ, ശ്വാസകോശം, ഹാർട്ടിൻ്റെ തകരാറുകൾ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പരിപൂർണമായും സൗഖ്യമാകാൻ തുടങ്ങട്ടെ. സെബാസ്റ്റ്യൻ എന്നു പേരുള്ളൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന, പ്രത്യേകിച്ച് ശ്വാസകോശങ്ങളിൽ പ്രയാസമുള്ള, ഏതോ സമയത്തൊക്കെ ഭയങ്കരമായി പുകവലി നിമിത്തം ഭയങ്കരമായി ഇന്ന് ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ഇൻ ജീസസ് നെയിം സ്വതന്ത്രമാകട്ടെ. നിങ്ങളുടെ പ്രയാസമോ പ്രശ്നമോ എന്താണെങ്കിലും ഈ സമയത്ത് കൈനീട്ടി ആ വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ അവർ സ്വന്തമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിൽ നമുക്ക് നെടുമങ്ങാടും തിരുവല്ലയിലും ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുകയാണ്. ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ക്ഷണിക്കുന്നു. വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, ആശിഷമാരി എന്ന പുസ്തകം ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവർക്ക്, അതുപോലെ എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിന്നേഴ്സ് ഫാക്ടറി ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആരാധന ഗീതങ്ങൾ, പ്രസംഗങ്ങൾ കുറിച്ചെടുക്കുവാനുള്ള സെർമൺ നോട്ട് കീപ്പർ, ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒത്തിരി സന്ദേശങ്ങൾ DVD-കൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി തപാലിലൂടെ ഇത് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. കൂടാതെ വെബ്സൈറ്റിലൂടെയും, സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായും നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.